ആവർത്തിച്ച് ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെ ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് എന്നോട് ചോദിക്കണ്ട, അവരോട് ചോദിച്ചു. എല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിച്ചാൽ ഒന്നും മനസ്സിലായില്ല. എന്താ നിങ്ങൾ പറയുന്നത്? ഇതുവരെ ആരും എന്നെ വിളിച്ചു പറയട്ടെ, ആരും വിളിച്ചു പറഞ്ഞേ. മാധ്യമക്കാർ എന്ത് വേണമെങ്കിൽ ഇറക്കിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ്, ആൾക്കാർ എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം. താങ്കൾ പറഞ്ഞ ഫാക്ടുകൾ തെറ്റാണെങ്കിൽ പറയണമെന്നാണല്ലോ പറഞ്ഞത്. ഇതിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി തന്നെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് കാര്യങ്ങൾ നിരത്തി ഇങ്ങനെ. ശരി, അപ്പോൾ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്ഷൻ എടുക്കാൻ തയ്യാറാണ്. എല്ലാ മാസവും ഞാനൊരു ആർട്ടിക്കിൾ എഴുതും ഈ പത്രത്തിൽ. ഈ മാസം എഴുതിയതിൽ വലിയ തെറ്റുണ്ടെങ്കിൽ അടുത്ത മാസം എനിക്ക് കറക്റ്റ് ചെയ്യാം, അത് പ്രശ്നമില്ല. പക്ഷെ തെറ്റ് എനിക്ക് അറിയണം. കാരണം ഇതെല്ലാം ഒരു CPM പാംഫ്ലെറ്റ് കണ്ടിട്ടല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം റിപ്പോർട്ടിനെയാണ് ഞാൻ കോട്ട് ചെയ്തത്. അതിൽ തെറ്റുണ്ടെങ്കിൽ അവരോട് നമ്മൾ അറിയിക്കണം. ഇതൊരു ഗ്ലോബൽ റിപ്പോർട്ടാണ്, ഇത് ശരിയല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കണം. തരൂർജി, സംസ്ഥാനത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ലെന്ന് UDF കുറെ കാലമായി പറയുന്നതാണ്. ഇപ്പോൾ തരൂർജി ഇങ്ങനെ ഒരു ലേഖനം എഴുതുന്നതോടെ UDFന്റെ ആരോപണങ്ങളുടെ മുലയൊടിയുകയാണ്. ഇല്ലില്ല, മറ്റേ മേഖലയിൽ എല്ലാത്തിലും ആരോപണവും ശരിയാണ്. ഞാൻ തന്നെ ആരോപണം പങ്കെടുക്കണം. ഈ ഒറ്റ കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റമിൽ നല്ലൊരു പ്രോഗ്രസ് വന്നിട്ടുണ്ട്, പുരോഗതി വന്നിട്ടുണ്ട് കാണുമ്പോൾ അതിനെ മാത്രമാണ് ഞാൻ സ്വീകരിച്ചത്. അതിനെക്കുറിച്ച് അഥവാ ഈ ഫാക്ട്സ് ശരിയല്ലെങ്കിൽ, അഥവാ കേരളത്തിന് ഇങ്ങനെ ഒരു റാങ്കിങ് കൊടുക്കാതിരുന്നില്ലെങ്കിൽ, അഥവാ കേരളത്തിൽ $1.7 ബില്യൺ ഒരു വികസനം 18 മാസത്തിൽ വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ ബാക്കിയെല്ലാം ഇതിനെല്ലാം തർക്കിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ഗ്ലോബൽ ഈക്കോ സിസ്റ്റം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താൽ, അത് ന്യൂയോർക്കിൽ ജനീവയിൽ എവിടെ ചെയ്താൽ അവർക്ക് പറയണം ഇത് തെറ്റാണെന്ന്. ഞാനിത് റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ എഴുതിയ കാര്യമാണ്, അത്രയേ ഉള്ളൂ. കേരളത്തിലെ കോൺഗ്രസിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു ഹൈക്കമാൻഡിനോട് സംസാരിക്കാൻ ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. ആവശ്യം വന്നാൽ സംസാരിക്കാം. എന്നോട് എല്ലാം ചോദിച്ചിട്ട് കാര്യം, ചില ചോദ്യങ്ങൾ വേറെ വല്ലവരും ചോദിച്ചോളൂ, ഉത്തരവാദിത്തമുള്ളവരും ചോദിച്ചോളൂ.